ആദം നബി അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവസ്സുൽ ചെയ്തിരിക്കണമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ റിപ്പോർട്ടിൽ കാണപ്പെടുന്നുണ്ട്. അതിന്റെ നിജസ്ഥിതി എന്താണ്? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിഷയത്തിൽ അദ്ദേഹം സ്വർഗത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും അതുവഴി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത സന്ദർഭത്തിൽ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കിയിട്ടാണ് അല്ലാഹു തആല പുറത്തു നൽകിയത് എന്ന് പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് 2 ആയത്തുകൾ കാണാം. ഒന്ന്, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ചില വചനങ്ങൾ ഏറ്റുവാങ്ങി സ്വീകരിച്ചു. അതുപ്രകാരം അല്ലാഹുവോട് ദുആ ചെയ്തു. അല്ലാഹു തൗബ സ്വീകരിച്ചു. ആ വചനങ്ങൾ എന്താണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചു. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് അന്യായങ്ങൾ ചെയ്തു പോയി. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ അക്രമികളിൽ പെട്ടുപോകും റബ്ബേ. അപ്പൊ അതാണ് ആദം നബിയുടെ ദുആ ആയി ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇനി ആ വിഷയത്തിൽ ദുർബലമായ ഒരു റിപ്പോർട്ട് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിലും മറ്റു ചില ഗ്രന്ഥങ്ങളിലുമൊക്കെ ഉദ്ധരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുള്ളാഹുവിന്റെ തഫ്സീറിൽ അത് വന്നിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. തഫ്സീർ അത് ഉള്ളതായിട്ട് ഓർമ്മയിലില്ല. എന്നാൽ മറ്റു ചില ഗ്രന്ഥങ്ങളൊക്കെ അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതായത് ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് പഴം ഭക്ഷിച്ചു പുറത്താകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു വന്ന, അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു, നീ എനിക്ക് പുറത്തു തരണം. അപ്പൊ അള്ളാഹു ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദൻ, നീ എങ്ങനെയാണ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്നെ സൃഷ്ടിക്കുകയും എനിക്ക് ജീവൻ നൽകുകയും ചെയ്തപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി അർശിലേക്ക്. അപ്പോൾ അർശിന്റെ കാലുകളിൽ എഴുതി വെച്ചതായി ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, നിന്റെ പേരിന്റെ കൂടെ നീ ഒരു പേര് എഴുതി വെക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ പേരായിരിക്കും എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ ആ മുഹമ്മദ് നബിയെ മനസ്സിലാക്കിയതും അതുപ്രകാരം തേടിയതും. അപ്പൊ അള്ളാഹു പറഞ്ഞു അത്രേ, ലൗലാ മുഹമ്മദുൻ ലമാ ഖലഖ്തുക, മുഹമ്മദ് നബി ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുവെന്നാണ് ആ റിപ്പോർട്ട്. ഒരു സ്വഹീഹായ റിപ്പോർട്ടല്ല, ദുർബലമായ ഒരു സംഭവമാണ്, ലഈഫാണ് എന്നും ചില പണ്ഡിതന്മാർ അത് മൗദൂ നിർമ്മിതമാണ് എന്നും വരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ടാണ് അത്. ഇമാം ഹാക്കിമിന്റെ അൽ മുസ്തദറക് എന്ന കിതാബിലാണ് അത് വന്നിട്ടുള്ളത്. അതല്ലാതെ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അത് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ബലമായ ഓർമ്മയുള്ളത്. പിന്നെ മറ്റു ചില തഫ്സീറിൽ വന്നിട്ടുണ്ട്. ഇപ്പോ ജലാലുദ്ദീൻ സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂർ എന്ന കിതാബിൽ അത് വന്നിട്ടുണ്ട്. അത് ഇത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് കഥകൾ പിൽക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഹസൻ ഹുസൈൻ, അലി ഫാത്തിമ എന്നിവരുടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദം നബിക്ക് രക്ഷ കിട്ടിയത് എന്ന് തഫ്സീർ ദുറുൽ മൻസൂറിലുണ്ട്. സുയൂത്തിയുടെ ദുറുൽ മൻസൂർ എന്ന കിതാബിൽ കാണാൻ കഴിയും. അദ്ദേഹം തേടി, പഠിച്ചോനെ, അലിയുടെയും ഫാത്തിമയുടെയും ഹസൻ ഹുസൈന്റെയും ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അപ്പൊ അത് ഷിയാക്കളുടെ സംഭാവനയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കുറെ കഥകൾ വന്നിട്ടുണ്ട്. അതൊന്നും സ്വഹീഹായി സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടവയല്ല. അവിടെ ഒരു കഥയുണ്ട്, റിപ്പോർട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാൻ അള്ളാഹുവോ അവന്റെ റസൂലോ ആണ്. ആ അള്ളാഹു പഠിപ്പിച്ചതാവട്ടെ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പ്രാർത്ഥിച്ചുവെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞത്. അവിടെ ഹക്കും ജാഹും ബർക്കത്തും ഒന്നുമില്ല. ഇനി ഈ വിഷയത്തിൽ മാത്രം സഖാഫിമാരുമായി നമ്മൾ ഒരു സംവാദം നടത്തിയിട്ടുണ്ട്. യൂട്യൂബ് കേരളത്തിൽ കിട്ടും. അകലാട് സംവാദം എന്നടിച്ചാൽ തൃശൂർ ജില്ലയിൽ ചാവക്കാടടുത്ത് അകലാട് എന്ന സ്ഥലത്ത് വെച്ച് സഖാഫിമാരുമായി ഈ ഒറ്റ വിഷയത്തിൽ ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ടാണോ തേടിയത്, അങ്ങനെ സംഭവം ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ മാത്രമായി എപി വിഭാഗം സുന്നികളും മുജാഹിദുകളും തമ്മിൽ വാദപ്രതിവാദം ഈ വിഷയത്തിൽ 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്. യൂട്യൂബ് കയറി അകലാട് സംവാദം എന്നടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അതിൽ വിശദമായി ഇൻഷാ അല്ലാഹ് വിഷയം പഠിക്കാനും
സാധിക്കുമെന്ന് കൂടി സൂചിപ്പിക്കുക. ഏതായിരുന്നാലും ഏത് വിഷയത്തിലും നമുക്ക് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന കാര്യം മാത്രമേ മതമായി സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ എന്നത് നാം ഇതിലെ ഒരു ആശയമായി നമ്മൾ പഠിക്കുക. അതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക, അവരോട് മാത്രം സഹായമർത്ഥിക്കുക. അതാണ് ഏറ്റവും അടിസ്ഥാനം. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. ഒരു മഹാനും ഒരു നബിക്കും ഒരു വലിയനും ഒരു ഷഹീദിനും ഒരു സ്വാലിഹിനും ഒരു മലക്കിനും ഒരു ജിന്നിനും ഒരാൾക്കും തന്നെ നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. ആരൊക്കെ ലോകത്ത് എന്തൊക്കെ ചെയ്താലും അവർക്ക് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥ പ്രകാരം എന്താണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുമെന്നല്ലാതെ അതിനപ്പുറത്ത് മറഞ്ഞ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അദൃശ്യ മാർഗത്തിൽ അള്ളാഹു മാത്രമേ സഹായിക്കുകയുള്ളൂ, മറ്റാരും സഹായിക്കില്ല. ജിന്നുകളും മലക്കളൊക്കെ അഭൗതിക കഴിവുള്ളവരാണ് എന്ന ചർച്ചകൾ ഈ അടുത്ത കാലങ്ങളിലായി നമ്മുടെയൊക്കെ ആളുകളിൽ തന്നെ ചില ആളുകൾ ഉന്നയിക്കാൻ തുടങ്ങി. അത് വലിയ അപകടം തന്നെയാണ്. അതിന്റെ ഒരു ബാക്കി പത്രം എന്ന നിലക്കാണ് നമ്മുടെ നാട്ടിൽ പല ഹദീസുകളും നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൂടി നമ്മൾ ഇതിന്റെ ഒരു അനുബന്ധം എന്ന നിലയ്ക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവല്ലാത്ത അവന്റെ സൃഷ്ടികളായ ജിന്നുകളും മലക്കൾക്ക് അബോധ കഴിവുള്ളവരാണെന്ന് പറയുകയും അതുകൊണ്ട് അവരാരും മനുഷ്യ ജീവിതത്തിൽ ഇടപെടുകയില്ല, മലക്കൾ സഹായിക്കില്ല, ജിന്നുകൾ ഉപദ്രവിക്കില്ല, അങ്ങനെ ഉപദ്രവിക്കുമെന്നോ സഹായിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ അബൗദ്ധികമായി സഹായിക്കുന്ന വിശ്വസിക്കലായി എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകൾ അങ്ങനെ പുതിയ നയങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ ജിന്നും ശൈത്താനൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ചയായി മാറുകയും ചെയ്തു. അതിന്റെ ഒരു ബാക്കി പത്രമായി കൊണ്ടാണ് ചില ആളുകളൊക്കെ സിഹറിന് യാഥാർത്ഥ്യമില്ല, കണ്ണീറിന് യാഥാർത്ഥ്യമില്ല, ജിന്നുവാലയ്ക്ക് യാഥാർത്ഥ്യമില്ല തുടങ്ങിയ വാദങ്ങൾ കൊണ്ടുവരികയും അടുത്ത സ്റ്റെപ്പിൽ സംസം വെള്ളം രോഗസമ്മനയല്ല എന്നും ഹജറുൽ അസ്വദിനെ ചുംബിച്ചാൽ അത് ആളുകൾക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്നും ഖബർ ശിക്ഷ പോലും ഇല്ലെന്നും അതേപോലെ സിറാത്ത് പാലമില്ലെന്നും മസീഹു ദജ്ജാൽ എന്ന ഖിയാമത്ത് അല്ല മുന്നോടിയായി വരാനുള്ള അടയാളമൊന്നുമല്ലെന്നും വരെയുള്ള പേഴ്ച വാദങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ മുജാഹിദുകളെ പേരിൽ പോലും പ്രചരിപ്പിക്കുകയും അത്തരം ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ആ നിലയ്ക്ക് പോകാനുള്ള ചില ശ്രമങ്ങളൊക്കെ ചില ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതൊക്കെ വളരെ അപകടം പിടിച്ച ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കാത്ത ചില നിലപാടുകൾ തന്നെയാണ്. സ്വന്തമായി പ്രചരിപ്പിച്ചപ്പോൾ അതൊരു വേണ്ടത്ര അഡ്രസ് കിട്ടാതിരുന്നപ്പോൾ അതൊരു ഔദ്യോഗിക സംവിധാനത്തിൽ പ്രചരിപ്പിക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചതാണ് പിന്നീട് അത് ഐക്യത്തിന്റെ തരത്തിലേക്കൊക്കെ മാറിയത് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയുക. ഏതായാലും നമ്മളെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും എന്താണോ മതമായി പഠിപ്പിച്ചത് അത് മാത്രം മതമായി സ്വീകരിക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നോ നമ്മുടെ ബുദ്ധിക്ക് അത് സ്വീകാര്യമല്ല എന്നോ നമുക്കത് തത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നോ ഒക്കെയുള്ള ന്യായം പറഞ്ഞ് തള്ളാൻ നമുക്ക് പാടില്ല. അല്ലാഹു റസൂലും പഠിപ്പിക്കാത്ത ഒന്ന് മതമായി കൊണ്ടുവരാനും പാടില്ല. രണ്ടിന്റെയും ഇടയ്ക്കാണ് ഹക്കുള്ളത്, തള്ളിക്കളയലല്ല, പഠിപ്പിക്കാത്തത് കൂടി മതമായി കൊണ്ടുവരലുമല്ല. രണ്ടിന്റെയും ഇടയിൽ മധ്യമമായ നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്. ആ നിലയ്ക്ക് നമ്മൾ ദീൻ ഉൾക്കൊള്ളണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭാഗം